പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 119 സങ്കീർത്തനം 129 മുതലുള്ള ചില തിരുവചനങ്ങൾ. നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകയാൽ എൻ്റെ മനസ്സ് അവയെ പ്രമാണിക്കുന്നു. നിന്റെ വചനങ്ങളുടെ പ്രകാശനം പ്രകാശപ്രദം ആകുന്നു. അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാർ ആക്കുന്നു. നിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിച്ചിരിക്കാൻ ഞാൻ എൻ്റെ വായ് തുറന്ന് കിഴയ്ക്കുന്നു. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ. എന്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ. യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ. മനുഷ്യന്റെ പീഡനത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. ഹല്ലേലൂയ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചനത്തിൽ നിന്ന് ഒരു ആത്മീയ സന്ദേശം കൂടി നമുക്ക് നോക്കാം. അതിനായി 18 സങ്കീർത്തനം 35 തിരുവചനം. നിന്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഈ വചനത്തിൽ ദാവീദ് തൻ്റെ ജീവിതത്തിലെ വിജയത്തിന്റെ കാരണം സ്വന്തം ശക്തിയല്ല, ദൈവത്തിന്റെ രക്ഷയും താങ്ങും കൃപയും ആണെന്ന് ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. പ്രിയരെ, നമുക്കും ഇതുപോലെ ദൈവത്തിന്റെ രക്ഷയിൽ ആശ്രയിക്കാം. നിന്റെ രക്ഷ എന്ന പരിച, ഹല്ലേലൂയ, പരിച യുദ്ധത്തെ സംരക്ഷിക്കുന്നത് പോലെ ദൈവത്തിന്റെ രക്ഷ നമ്മെ ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്നു. നമ്മുടെ യഥാർത്ഥ സുരക്ഷ ദൈവത്തിൽ മാത്രമാണ് ഉള്ളത്. നിന്റെ വലങ്കൈ എന്നെ താങ്ങി. പ്രിയരെ, ദൈവത്തിന്റെ വലങ്കൈയാണ് നമ്മെ താങ്ങുന്നത്. നാം ദുർബലരാകുമ്പോഴും വീഴുവാൻ പോകുമ്പോഴും ദൈവം നമ്മെ കൈവിടുന്നില്ല. സ്വന്തം ശക്തി പോരാത്തിടത്ത് ദൈവത്തിന്റെ ശക്തി നമ്മെ താങ്ങുന്നു. ഹല്ലേലൂയ. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. പ്രിയരെ, യേശു കർത്താവിന്റെ സൗമ്യതയാണ് നമ്മെ വലിയതാക്കി തീർക്കുന്നത്. ദൈവത്തിന്റെ കൃപയും കരുണയും ക്ഷമയും നമ്മെ ഉയർത്തുന്നു. നാം അർഹരായത് കൊണ്ടല്ല, ദൈവത്തിന്റെ ഹല്ലേലൂയ യേശു കർത്താവിന്റെ സൗമ്യത കൊണ്ടാണ് ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാനായി കഴിയുന്നത്. ഇന്നത്തെ ഓർമ്മപ്പെടുത്തൽ എൻ്റെ ജീവിതത്തിലെ ഓരോ വിജയത്തിനും പിന്നിൽ എൻ്റെ കഴിവിനേക്കാൾ അധികം ദൈവത്തിന്റെ കൃപയുണ്ട്. ദൈവം എൻ്റെ പരിചയം, എൻ്റെ താങ്ങും എൻ്റെ ഉയർച്ചയുടെ കാരണവുമാണ് എന്നുള്ള ചിന്ത എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. യഹോവേ, നീ എൻ്റെ പരിചയമായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. ദുർബലനാകുമ്പോൾ നിന്റെ വലങ്കൈ എന്നെ താങ്ങണമേ. നിന്റെ കൃപയിലും സൗമ്യതയിലും എന്നെ വഴിനടത്തി എൻ്റെ ജീവിതം ദൈവത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ,
ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആയുസിന്റെ ഒരു ദിനം കൂടി തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത സകലവിധമായ നന്മകൾക്കായി, ഉപകാരങ്ങൾക്കായി, അനുഗ്രഹങ്ങൾക്കായി, സമാധാനങ്ങൾക്കായി, നിത്യജീവന്റെ വഴിയിലേക്ക് തിരിയുവാൻ, ഈ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ തക്കോണം തന്ന മകൾ ഭാഗ്യത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത സകല നന്മകൾക്കും, ഉപകാരങ്ങൾക്കും, അനുഗ്രഹങ്ങൾക്കും, സമാധാനങ്ങൾക്കും നന്ദിയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും പറയുവാനില്ല കർത്താവേ. ഇന്നയോളം അടിയങ്ങളെ നിർത്തിയ കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. അതായി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവരുടെ വിഷയങ്ങളെയും സ്തോത്രത്തോടുകൂടെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാഥാ, അവരുടെ ഓരോ വിഷയങ്ങളും അങ്ങ് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണം. പാപത്താൽ വന്ന രോഗമാണ് എങ്കിൽ ഹല്ലേലൂയ, യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഹല്ലേലൂയ, തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നു എന്നറിയുന്നല്ലോ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നല്ലോ നാഥ. കർത്താവേ, ജീവിതത്തിലെ കുറവുകൾ, പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നല്ലോ. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ദിനംതോറും അടിയങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ അടിയങ്ങളായിരിക്കുമ്പോൾ പാപം കൂടാതെ വിശുദ്ധിയോടെ നിലനിൽപ്പാൻ ആവശ്യമായ ദൈവകൃപ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയാൽ അടിയങ്ങളെ മൂടി മറയ്ക്കണം കർത്താവേ. ആമേൻ. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമല്ലോ നാഥ. അപ്രകാരം പാപബോധമുള്ളവരായി ദിനംതോറും പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അടിയങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ അങ്ങ് സഹായിക്കണമേ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനമെന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുമ്പോൾ, ദൈവദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണമേ കർത്താവേ. മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഈ ഭൂമിയിൽ വാസമുള്ളൂ എന്നറിയുന്നു. മരണശേഷം ദൈവം തന്ന ആത്മാവ് തന്ന ദൈവത്തിലേക്ക് മടങ്ങി വരുമല്ലോ നാഥ. എന്നാൽ ഈ ആത്മാവ് നിത്യസൗഭാഗ്യമായ സ്വർഗരാജ്യത്തിൽ യേശുവിനോട് കൂടെ ആയിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ. മനുഷ്യർ ഭൂമിയിലായിരിക്കുമ്പോൾ അവരവർ തന്നെ അവരവരുടെ ജീവിതത്തിലെ കുറവുകളും പാപങ്ങളും യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിൻ്റെ രക്തത്താൽ വചനത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളായ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ നാഥാ. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബങ്ങളിലെ സകല വ്യക്തികളും കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന വചനം പോലെ കുടുംബമായി രക്ഷ പ്രാപിച്ച് നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണമേ. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, ഞങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണം കർത്താവ്. തുടർന്ന് ദൈവസാഹിത്യത്തിന്റെ മറവിലായിരിക്കും ദൈവം സഹായിക്കണം, അനുഗ്രഹിക്കും, പാലിക്കും, കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ.